പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഈ ദിവസം മുഴുവനും നിന്റെ കൃപകളാൽ ഞങ്ങളെ നിറച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വത്തെ അങ്ങേക്ക് നന്ദി പറയുന്നു. കാരുണ്യവാനായ കർത്താവെ, ഇന്നത്തെ വചനത്തിലൂടെ ഞങ്ങളെ ഓരോരുത്തരെ ഓർമ്മിപ്പിച്ചു. നിന്റെ കൃപയാണ് ഞങ്ങൾക്ക് നിന്റെ പീഡാസഹനത്തിലൂടെ ഒഴുകിയെത്തിയത്. നിന്റെ പീഡാസഹനത്തെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചും ഞങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ എന്നാൽ അതിലൊന്നും ചിന്തയില്ലാതെ ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ തന്നെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും ഞങ്ങളുടെ തന്നെ സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കുന്നതിനും പലപ്പോഴും പരിശ്രമിച്ചിട്ടുണ്ട്. ഇതാ കർത്താവെ, ഇന്ന് ഞാൻ അറിയുന്നു, നിന്റെ സ്നേഹത്തിൻ്റെ നിറവിൽ ജീവിക്കുന്നവർക്കാണ് നിന്റെ കൃപകളെ ലഭിക്കുക, നിന്റെ രക്ഷയിൽ പങ്കാളിയാകുവാനായിട്ട് സാധിക്കുക. സബദീപുത്രന്മാരുടെ അമ്മ വന്ന് ചോദിച്ചു, എൻ്റെ മക്കളെ ഇടതുവശത്തും വലത്തുവിരുത്തുവാൻ കഴിയുമോ എന്ന്. എന്നാൽ അത് ആർക്കായി ഒരുക്കിയിരിക്കുന്നു അവർക്കാണ് ലഭിക്കുക എന്ന് പറഞ്ഞപ്പോൾ മറ്റു ശിഷ്യന്മാർക്കുണ്ടായ അസ്വസ്ഥത. ഈ അസ്വസ്ഥത പലപ്പോഴും ഞങ്ങൾക്കും ഉണ്ടാകാറുണ്ട്. കർത്താവേ, ഇതാ ഇന്ന് തിരിച്ചറിവോടുകൂടി നിന്റെ സന്നിധിയിലേക്ക് വരും. നിന്റെ കാരുണ്യവും നിന്റെ സ്നേഹവും നിന്റെ ചൈതന്യവും നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് കൂടുതൽ ആഴമായ ദിവ്യമായ സ്നേഹത്തിൽ നിറഞ്ഞു ജീവിക്കുവാനായി ഇതാ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിന്റെ കൃപകളാൽ ഞങ്ങളെ നിറച്ച നീ ഞങ്ങളെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണം. നിന്റെ സാന്നിധ്യവും സാമീപ്യവും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ കൂടുതൽ കരുത്തുള്ളവരാക്കി മാറ്റണമേ. കാരുണ്യവാനായ കർത്താവെ, പീഡകൾ അനുഭവിക്കുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു. ജീവിത പങ്കാളിയിൽ നേർക്കുന്ന ക്രൂരമായ പീഡനങ്ങൾ, വാക്കുകൾ, അസ്വസ്ഥതകൾ ഇവയാൽ ഞെരുങ്ങുന്ന എല്ലാവരെയും, ദൈവകൃപ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന എല്ലാ വ്യക്തികളെയും, മദ്യപാനം, മയക്കുമരുന്ന് അടിമപ്പെട്ടുകൊണ്ട് ജീവിതം തകർക്കുന്ന വ്യക്തികളെയും, കുടുംബങ്ങളെ തകർക്കുന്ന വ്യക്തികളെയും, മക്കളുടെ ഭാവിയെ തകർക്കുന്ന എല്ലാവരെയും ഇതാ കർത്താവെ നിന്റെ തിരുമുമ്പിൽ സമർപ്പിക്കും. വ്യാജമായി ലഹരി മരുന്നുകൾ മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട് പണം സമ്പാദിക്കുന്നവരെയും, മക്കളെ അടിമകളാക്കുന്ന എല്ലാ വ്യക്തികളെയും, പീഡിപ്പിക്കുന്നവരെയും നിന്റെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കും. കാരുണ്യവാനായ കർത്താവെ, ജോലിക്ക് വേണ്ടി അപേക്ഷിച്ച് ജോലി ലഭിക്കാതെയും എത്ര ശ്രമിച്ചിട്ടും തങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകാത്ത സാഹചര്യങ്ങളെയും, വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ പോകുന്നവരെയും, കുടുംബങ്ങളിൽ സ്വസ്ഥതയും സമാധാനമില്ലാത്തവരെയും, മക്കളില്ലാത്തവരെയും, ഭിന്നതയിൽ കഴിയുന്ന ദമ്പതികളെയും ഇതാ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. പരസ്പര സ്നേഹവും ഐക്യവും നിലനിർത്തിക്കൊണ്ട് ജീവിക്കുവാൻ തക്കവിധം ഇവരെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും നിന്റെ പീഡാസഹനത്തിൽ പങ്കുചേരുന്നതിനേക്കാൾ വലിയ ത്യാഗമില്ലെന്ന് മനസ്സിലാക്കുവാനും, ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ കുരിശും വഹിച്ചുകൊണ്ട് കടന്നു വരാത്ത ക്രിസ്ത്യാനി യഥാർത്ഥമായ ശിഷ്യനല്ല എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചതുപോലെ ഇതാ കർത്താവെ, നീ തരുന്ന കുരിശുകളൊക്കെ സ്വീകരിച്ച് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. യൂതന്മാരുടെ രാജാവായ നസറേക്കാരൻ യേശുവെ, പെട്ടെന്നുള്ള മരണത്തിൽ അപകടം ഞങ്ങളെ കാത്തുകൊള്ളണം. പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.